Dear students, welcome back to Plus One Physics class. Plus One Physicsന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് അതിൻ്റെ 7 ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. വ്യത്യസ്തമായിട്ടുള്ള 7 പാർട്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും 7 പാർട്ടുകൾ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ പാർട്ടുകളുടെ ലിങ്ക് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനലിലൂടെ ഓരോ ടോപ്പിക്കും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കേൾക്കാം. അതുകൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഉപകാരപ്പെട്ടേക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ 7 പാർട്ടുകളാണ് ഡിസ്കസ് ചെയ്തത് ഈ ചാപ്റ്ററിൻ്റെ അല്ലേ. ഡയമെൻഷണൽ അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ പോർഷൻ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എറർ അനാലിസിസ് ആണ്. അതിൽ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രോബ്ലം സെഷനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലം സോൾവിങ് ടെക്നിക്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഒന്നുകൂടെ എന്ത് ചെയ്യാം, അതൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, നോക്കാം. നമ്മൾ പറഞ്ഞ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 4 കോമ്പിനേഷനുകളാണ് നമുക്കുള്ളത്. ഒന്ന് അഡീഷൻ, ദെൻ സബ്സ്ട്രാക്ഷൻ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, ദെൻ ഡിവിഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ അഡീഷനും സബ്സ്ട്രാക്ഷനും ആണെങ്കിൽ നമുക്കറിയാം അവിടെ നമ്മൾ ആഡ് മീൻ അബ്സല്യൂട്ട് എറർ, ഇതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണെങ്കിലോ ആഡ് പെർസെൻറ്റേജ് എറർ. ഓക്കെ, അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് എറർ ആണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്, ഇവിടെ ആഡ് മീൻ അബ്സല്യൂട്ട് എറർ. അപ്പോൾ ഇതായിരുന്നു നമ്മളെ കീവേഡ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി സപ്പോസ് ഇഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി റൈസ് ടു എ പവർ, അതായത് അപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം, എ സ്ക്വയർ. ഇത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, എ ഇൻറ്റു എ എഴുതിക്കൂടെ, എ ഇൻറ്റു എ. ഇനി എ ക്യൂബ് ആണെന്ന് വിചാരിക്കാം, നമുക്ക് എഴുതിക്കൂടെ എ ഇൻറ്റു എ ഇൻറ്റു എ. ഇനി നമുക്കറിയാം ഇതിൻ്റെ പെർസെൻറ്റേജ് എറർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സിമ്പിളാണ്. ഇത് എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്തിനാണ്, ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആഡ് പെർസെൻറ്റേജ് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പെർസെൻറ്റേജ് എറർ പ്ലസ് ഇതിൻ്റെ പെർസെൻറ്റേജ് എറർ ചെയ്യുക. ഇതിൻ്റെ പെർസെൻറ്റേജ് എറർ നമുക്കറിയാം ഡെൽറ്റ എ ബാർ ഡിവൈഡഡ് ബൈ എ ബാർ. ഇതിൻ്റെ മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ട്രൂ വാല്യൂ ഇൻറ്റു 100. ഇപ്പോൾ പെർസെൻറ്റേജ് എറർ ആയില്ലേ. ഓക്കെ, പ്ലസ് ഒരു ഇൻറ്റു എ അല്ലേ. അപ്പോൾ ഇതിൻ്റെ വീണ്ടും ചെയ്യാം ഡെൽറ്റ എ ബാർ ഡിവൈഡഡ് ബൈ എ ബാർ ഇൻറ്റു 100. ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത് ഡെൽറ്റ എ ബാർ ബൈ എ ബാർ ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ എ ബാർ ബൈ എ ബാർ ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ഇൻറ്റു ഇതിങ്ങനെ എഴുതിക്കൂടെ, 2 ഇൻറ്റു ഡെൽറ്റ എ ബാർ ബൈ എ ബാർ ഇൻറ്റു 100 എഴുതിക്കൂടെ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇതേപോലെ നമുക്ക് ഇവിടെ എഴുതാം. ഇവിടെ എഴുതുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാവും. ഇവിടെ എ ഇൻറ്റു എ എന്നാണ് അല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ. നമ്മൾ ഈ സ്റ്റെപ്പ് ഒഴിവാക്കുകയാണ് കേട്ടോ. ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ പ്ലസ് ഒന്നും കൂടെ വരും, ഒരു ഡെൽറ്റ എ ബാർ ബൈ എ ബാർ ഇൻറ്റു 100 കൂടെ വരും. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് എഴുതാം 3 ഇൻറ്റു ഡെൽറ്റ എ ബാർ ബൈ എ ബാർ ഇൻറ്റു 100. ഇതിന് ഇനി നമ്മൾ എ റൈസ് ടു 4 ആണെങ്കിലോ 4 ഇൻറ്റു ഡെൽറ്റ എ ബാർ ബൈ എ ബാർ ഇൻറ്റു 100. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ പവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഇങ്ങനെ പവറുകൾ വരികയാണെങ്കിൽ എ റൈസ് ടു 5 സിമ്പിളായിട്ട് എഴുതാം. 5 ഇങ്ങോട്ട് എഴുതുക ഇൻറ്റു 5 ഇൻറ്റു ഡെൽറ്റ എ ബാർ ബൈ എ ബാർ ഇൻറ്റു 100. ഇതാണ് പവർ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡ്. ക്ലിയർ, എങ്ങനെ കിട്ടിയിട്ടുണ്ട് മനസ്സിലായല്ലോ. അതായത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. അതായത് മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ പെർസെൻറ്റേജ് ആഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 ഇൻറ്റു എഴുതാം, അല്ലെങ്കിൽ 3 ഇൻറ്റു എഴുതാം, 4 ഇൻറ്റു എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതും കൂടെ എന്ത് ചെയ്യാം, മനസ്സിൽ ഓർത്തിരിക്കാം. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുണ്ടാവും. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലത്തിലേക്ക് കടക്കാം. നോക്കാം. എ ഈസ് ഈക്വൽ ടു പി റൈസ് ടു 5 ക്യൂ റൈസ് ടു 3 ആർ റൈസ് ടു 2 ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു 5. ഇതൊരു ഇക്വേഷനാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പെർസെൻറ്റേജ് എറർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കി നോക്കുന്നത്. ഇതിൻ്റെ പെർസെൻറ്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്യണം.
എയുടെ പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെൽറ്റ എ ബാർ ബൈ എ ബാർ ഇൻറ്റു 100 അല്ലേ, ഈക്വൽ ടു ഇതിന്റെ പെർസെൻറ്റേജ് എറർ കിട്ടണമെങ്കിൽ ഇതിൽ പ്രൊഡക്റ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, ഒരു ഡിവിഷൻ വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് ആണെങ്കിൽ ഡിവിഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് പെർസെൻറ്റേജ് എറർ അല്ലേ. ഓക്കെ, പവർ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചെയ്ത് നോക്കാം. അപ്പോൾ പവർ ആദ്യം എഴുതും, പവർ ഇൻറ്റു ഡെൽറ്റ പി ബാർ ഡിവൈഡഡ് ബൈ പി ബാർ ഇൻറ്റു 100. അപ്പോൾ ഈ സൈഡ് കഴിഞ്ഞു അല്ലേ. ഇനി പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ ക്യൂ ബാർ ഡിവൈഡ് ബൈ ക്യൂ ബാർ ഇൻറ്റു 100. അപ്പോൾ ഈ സൈഡ് കഴിഞ്ഞു. പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ആർ ഡാഷ് ഡിവൈഡഡ് ബൈ ആർ ഡാഷ് ഇൻറ്റു 100. ഓക്കെ, ഇനി ഡിവൈഡ് ബൈ എന്തുണ്ട്, s⁵5 അല്ലേ. ഡിവൈഡഡ് ബൈ വരുമ്പോൾ നമ്മൾ എന്ത് തന്നെ ചെയ്യുക, ആഡ് പെർസെൻറ്റേജ് എറർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലസ് 5 ഇൻറ്റു ഡെൽറ്റ എസ് ബാർ ഡിവൈഡഡ് ബൈ എസ് ബാർ ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്ന മെത്തേഡ്. ക്ലിയർ ആയിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാറ്റിൻ്റെയും പെർസെൻറ്റേജ് എറർ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. പവർ വന്നു കഴിഞ്ഞാൽ പവർ ആദ്യം എഴുതുക, ഇൻറ്റു എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക, പെർസെൻറ്റേജ് എറർ എഴുതുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരുടെ പെർസെൻറ്റേജ് എറർ കിട്ടും, എയുടെ പെർസെൻറ്റേജ് എറർ കിട്ടും. ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക. സെക്കൻഡ് പ്രോബ്ലം, ഒരു ഇക്വേഷൻ ആണ്, പി is equal to 4π² ഇൻറ്റു എ ക്യൂബ് ഇൻറ്റു ബി സ്ക്വയർ ഇൻറ്റു സി ഡിവൈഡഡ് ബൈ ഡി റൈസ് ടു 4. ദ പെർസെൻറ്റേജ് എറേഴ്സ് ഓഫ് എ ബി സി ഡി ആർ ഗിവൺ. ഓക്കെ, എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും പെർസെൻറ്റേജ് എററുകൾ തന്നിട്ടുണ്ട്. എത്രയാണ്, എയിൽ 1% ആണ്, ബിയിൽ 2% ആണ്, സിയിൽ 3% ആണ്, ഡിയിൽ 4% ആണ് എററാണ്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് എറർ ഓഫ് പി. പിയുടെ പെർസെൻറ്റേജ് എറർ എത്രയായിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇക്വേഷൻ എഴുതി നോക്കാം. പിയുടെ പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ പി ബാർ ഡിവൈഡഡ് ബൈ പി ബാർ ഇൻറ്റു 100. ശരിയല്ലേ, ഈക്വൽ ടു. ഇനി ഇത് 4π² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, കോൺസ്റ്റന്റിന് എന്തുണ്ടാവില്ല, എറർ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അതങ്ങോട്ട് മാറ്റി വെക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ എ ക്യൂബ് എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു ഡെൽറ്റ എ ബാർ ബൈ എ ബാർ ഇൻറ്റു 100. അപ്പോൾ എയുടെ പെർസെൻറ്റേജ് എററായി. പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ബി ബാർ ബൈ ബി ബാർ ഇൻറ്റു 100. അപ്പോൾ ബിയുടെ പെർസെൻറ്റേജ് എററായി. പ്ലസ് സിക്ക് പവർ ഉണ്ടോ, ഇല്ല, അപ്പോൾ പവർ എഴുതേണ്ട ആവശ്യമില്ല, ഡെൽറ്റ സി ബാർ ബൈ സി ബാർ ഇൻറ്റു 100. അപ്പോൾ സിയുടെ പെർസെൻറ്റേജ് എററായി. പ്ലസ് ഡിവൈഡഡ് ബൈ ഡി റൈസ് ടു 4 എന്നാണ് അല്ലേ. ഡിവിഷൻ ആണെങ്കിൽ നമ്മൾ എന്തിനെ ചെയ്യുക, ആഡ് പെർസെൻറ്റേജ് എറർ. അപ്പോൾ എഴുതാം 4 ഇൻറ്റു ഡെൽറ്റ ഡി ബാർ ഡിവൈഡഡ് ബൈ ഡി ബാർ ഇൻറ്റു 100. അപ്പോൾ ഡിയുടെ പെർസെൻറ്റേജ് എററായി. ഓക്കെ, ഇനി ഈക്വൽ ടു എയുടെ പെർസെൻറ്റേജ് എററും ബിയുടെ പെർസെൻറ്റേജ് എററും സിയുടെ പെർസെൻറ്റേജ് എററും ഡിയുടെ പെർസെൻറ്റേജ് എററും തന്നിട്ടുണ്ട് അല്ലേ. ഇനി എഴുതി നോക്കാം. 3 ഇൻറ്റു ഇത് ഡെൽറ്റ എ ബാർ ബൈ എ ബാർ ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്, എയുടെ പെർസെൻറ്റേജ് എററാണ്. പെർസെൻറ്റേജ് എറർ ഓഫ് എ ഇതാണ് എന്ത്, ഇത് ശരിയല്ലേ. പെർസെൻറ്റേജ് എറർ ഓഫ് എ ആണ് എന്ത്, ഡെൽറ്റ എ ബാർ ബൈ എ ബാർ ഇൻറ്റു 100 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. അപ്പോൾ ഇത് തന്നിട്ടുണ്ട് എത്രയാണ്, 1%. നമുക്ക് എഴുതാം 1%. പ്ലസ് ഇത് സിമിലർലി 2 ഇൻറ്റു ഡെൽറ്റ ബി ബാർ ബൈ ബി ബാർ ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ബിയുടെ പെർസെൻറ്റേജ് എററാണ്, അത് തന്നിട്ടുണ്ട് 2%. പ്ലസ് ഇത് ഡെൽറ്റ സി ബാർ ബൈ സി ബാർ ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ സിയുടെ പെർസെൻറ്റേജ് എറർ, അത് തന്നിട്ടുണ്ട് 3%. പ്ലസ് 4 ഇൻറ്റു ഡെൽറ്റ ഡി ബാർ ബൈ ഡി ബാർ ഇൻറ്റു 100 എന്ന്. ഓക്കെ, ഡിയുടെ പെർസെൻറ്റേജ് എത്രയാണ്, 4%. ഓക്കെ, ഇത്രയും തന്നിട്ടുണ്ടല്ലോ, ചെയ്ത് നോക്കാം. ഈക്വൽ ടു 3 ഇൻറ്റു 1% എന്ന് പറഞ്ഞാൽ 3%. പ്ലസ് 2 ഇൻറ്റു 2% 4%. പ്ലസ് 3%. പ്ലസ് 4 ഇൻറ്റു 4 16%. ഓക്കെ, ടോട്ടൽ ആഡ് ചെയ്യാം. 3 + 4 7 + 3 10 പ്ലസ് 16 അല്ലേ, എത്ര ഉണ്ടാവും, 26%. അപ്പോൾ ടോട്ടൽ പിയിലെ പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് എത്രയാണ്, 26% ആണ്. എന്ന് വെച്ചാൽ ഡെൽറ്റ പി ബാർ ബൈ പി ബാർ ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 26% ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. K is equal to 2π into x cube y square divided by root of z raised to 4 എന്നാണ്.
ഓക്കെ, ഇതാണ് ഒരു ഇക്വേഷൻ. ഇതിൽ the percentage error of x, y, z are given. എത്രയാണ്? 1%, 2% and 3% respectively. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മളോട് ചോദിച്ചുള്ളത് കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് എറർ ഓഫ് കെ. കെയുടെ പെർസെൻറ്റേജ് എറർ എത്രയാണ്? കെയുടെ പെർസെൻറ്റേജ് എറർ എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇവിടെ റൂട്ട് കാണുന്നുണ്ട് അല്ലേ? ഈ റൂട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? റൂട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. എങ്ങനെ എഴുതാം? കെ ഇസ് ഈക്വൽ ടു 2π x³ y² ഡിവൈഡഡ് ബൈ റൂട്ട് ഒഴിവാക്കുമ്പോൾ z⁴ ഹോൾ റൈസ് ടു 1/2. റൂട്ട് ഒഴിവാക്കുന്നത് റൈസ് ടു 1/2 ഇട്ട് കഴിഞ്ഞാൽ എന്തായി? റൂട്ട് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടെ മാറ്റി എഴുതാം. കെ ഇസ് ഈക്വൽ ടു 2π x³ y² ഡിവൈഡഡ് ബൈ z⁴ ഹോൾ റൈസ് ടു 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ z⁴ ഇൻറ്റു 1/2 അല്ലേ? 4/2 എന്നാവും. z⁴/4/2. ക്ലിയർ ആണല്ലോ. അപ്പം നമുക്ക് ഇക്വേഷൻ ഇതാ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഈ ഇക്വേഷനും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ എയിം എന്താണ്? കെയുടെ പെർസെൻറ്റേജ് എറർ കാണുകയാണ് അല്ലേ? അപ്പം നമുക്ക് എഴുതി നോക്കാം. ഡെൽറ്റ കെ ബാർ ബൈ കെ ബാർ ഇൻറ്റു 100. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഈക്വൽ ടു 2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോൺസ്റ്റന്റ് അല്ലേ? ഇത് മാറ്റി വെക്കാം. ഓക്കെ, ബാക്കി ആരാളുള്ളത്? x³ ഉണ്ട്. അപ്പോൾ 3 ഇൻറ്റു ഡെൽറ്റ എക്സ് ബാർ ഡിവൈഡഡ് ബൈ എക്സ് ബാർ ഇൻറ്റു 100. അപ്പോൾ എക്സിൻ്റെ പാർട്ട് കഴിഞ്ഞു. പ്ലസ് ഇനി വൈൻ്റെ പാർട്ട് 2 ഇൻറ്റു ഡെൽറ്റ വൈ ബാർ ഡിവൈഡഡ് ബൈ വൈ ബാർ ഇൻറ്റു 100. അപ്പോൾ വൈൻ്റെ പെർസെൻറ്റേജ് എററായി. പ്ലസ് ഇനി സെഡിന് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? പവർ ആദ്യം എഴുതണ്ടേ? അപ്പോൾ 4/2 ഇൻറ്റു ഡെൽറ്റ സെഡ് ബാർ ഡിവൈഡഡ് ബൈ സെഡ് ബാർ ഇൻറ്റു 100. അപ്പോൾ എല്ലാറ്റിൻ്റെയും പെർസെൻറ്റേജ് എറർ എഴുതി കഴിഞ്ഞു. ഇനി ഈക്വൽ ടു 3 ഇൻറ്റു ഡെൽറ്റ എക്സ് ബാർ ബൈ എക്സ് ബാർ ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പെർസെൻറ്റേജ് എറർ ഇറ്റ് ഈസ് ഗിവൺ. ഓക്കെ, എത്രയാണ്? ഇൻറ്റു 1% പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ വൈ ബാർ ബൈ വൈ ബാർ ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ വൈൻ്റെ പെർസെൻറ്റേജ് 2%. ഓക്കെ, പ്ലസ് 4/2 ഇൻറ്റു ഡെൽറ്റ സെഡ് ബാർ ബൈ സെഡ് ബാർ ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് 3%. ക്ലിയർ ആണല്ലോ. ഓക്കെ, ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കിട്ടും. 3 ഇൻറ്റു 1% 3% പ്ലസ് 2 ഇൻറ്റു 2% 4% പ്ലസ് 4/2 ഇൻറ്റു 3% എന്നാൽ 4 ഇൻറ്റു 3 12/2 6%. ഓക്കെ, ഈക്വൽ ടു 3 + 4 7 7 + 6 13%. അപ്പോൾ കെയുടെ പെർസെൻറ്റേജ് എറർ എത്രയാണ്? 13% ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്. ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4. റേഡിയസ് ഓഫ് എ സ്ഫിയർ ഈസ് ഗിവൺ. എത്രയാണ്? r ഈക്വൽ ടു 20 ± 0.5 മീറ്റർ. ഒരു സ്ഫിയറിൻ്റെ റേഡിയസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഗോളം അല്ലേ? ഒരു ഗോളത്തിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ എ ബി 2 പാർട്ടുകളുണ്ട്. എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് എറർ ഇൻ സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ? ആ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയയുടെ പെർസെൻറ്റേജ് എറർ എത്രയായിരിക്കും? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് എറർ ഇൻ വോളിയം ഓഫ് സ്ഫിയർ? സ്ഫിയറിൻ്റെ വോളിയത്തിൻ്റെ പെർസെൻറ്റേജ് എറർ എത്രയായിരിക്കും? 2 ക്വസ്റ്റ്യൻ ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക, r = 20 ± 0.5 മീറ്റർ എന്നാണ് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്രൂ വാല്യൂ ആയിരിക്കും. ശരിയല്ലേ? ഇത് ട്രൂ വാല്യൂ ആണ്. ഇതെന്താണ്? ഇത് പെർസെൻറ്റേജിൻ്റെ സൈൻ ഉണ്ടോ അവിടെ? ഇല്ല. അപ്പോൾ ഇതെന്താണ്? മീൻ അബ്സല്യൂട്ട് എറർ. അപ്പോൾ ഇത് ട്രൂ വാല്യൂ ആണ്. ഇത് മീൻ അബ്സല്യൂട്ട് എറർ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ മക്കളെ ക്വസ്റ്റ്യൻ എയിലേക്ക് പോകാം. എ പറഞ്ഞുള്ളത്, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് എറർ ഇൻ സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ? സ്ഫിയറിൻ്റെ സർഫസ് ഏരിയയുടെ പെർസെൻറ്റേജ് എറർ എത്രയാണ്? ഓക്കെ, ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സർഫസ് ഏരിയയുടെ ഇക്വേഷൻ അറിയണ്ടേ? ഓക്കെ, നമുക്ക് എഴുതി നോക്കാം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ ഈക്വൽ ടു 4πr². 4πr² നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇനി ഇതിൽ തന്നെ 4π എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇത് കോൺസ്റ്റന്റ് ആണ്.
ഇത് കോൺസ്റ്റന്റ് ആണെങ്കിൽ കോൺസ്റ്റന്റ് നമ്മൾ എന്ത് ചെയ്യാം, മാറ്റി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് മാറ്റി വെച്ച് ബാക്കി ആരുള്ളൂ, r² മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെയ്ത് നോക്കാം. പെർസെൻറ്റേജ് എറർ ഓഫ് സർഫസ് ഏരിയ, പെർസെൻറ്റേജ് എറർ ഓഫ് സർഫസ് ഏരിയ ഈക്വൽ ടു, ഇനി നമുക്ക് ആര് മാത്രമേ ഉള്ളൂ, r² മാത്രമേ ഉള്ളൂ. 2 പവർ അല്ലേ, പവർ ആദ്യം എഴുതുക, ഇൻറ്റു ഡെൽറ്റ r ബാർ ഡിവൈഡഡ് ബൈ r ബാർ ഇൻറ്റു 100. ഇതാണ് എന്ത്, സർഫസ് ഏരിയയുടെ പെർസെൻറ്റേജ് എറർ. ഓക്കെ, ഇനി വാല്യൂ കൊടുത്ത് നോക്കാം. 2 ഇൻറ്റു ഡെൽറ്റ r ബാർ ബൈ r ബാർ ഇൻറ്റു 100 എന്നാണ്. ഡെൽറ്റ r ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ്, മീൻ അബ്സല്യൂട്ട് എറർ അല്ലേ, അതായത് റേഡിയസിന്റെ മീൻ അബ്സല്യൂട്ട് എറർ ആണ് ഡെൽറ്റ r ബാർ. ഇതെന്താണ്, ഇത് ട്രൂ വാല്യൂ അല്ലേ, ഇത് ട്രൂ വാല്യൂ ആണ്, ഇത് ട്രൂ വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് തന്നിട്ടുണ്ടല്ലോ, ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ, എത്രയാണ് 0.5, ഇത് മീൻ അബ്സല്യൂട്ട് എറർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം 0.5 ഡിവൈഡഡ് ബൈ r ട്രൂ വാല്യൂ അത് തന്നിട്ടുണ്ട്, എത്രയാണ് 20 ആണ്, ഇൻറ്റു 100. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 0 എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ 2 ഇൻറ്റു 0.5 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും, 5 ഉണ്ടാവും. ഡെസിമൽ പ്ലേസ് അങ്ങോട്ട് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 2, 2 ക്യാൻസൽ ചെയ്യാൻ ബാക്കി ഉണ്ടാവുക 5%. കിട്ടിയിട്ടുണ്ടല്ലോ, ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി അതിൻ്റെ ബി പാർട്ട് നോക്കാം. ബി പാർട്ട്, വോളിയത്തിൻ്റെ പെർസെൻറ്റേജ് എറർ കാണണം, സ്ഫിയറിൻ്റെ വോളിയത്തിൻ്റെ പെർസെൻറ്റേജ് എറർ കാണണം. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ നമുക്കറിയാം, 4/3 പൈ r ക്യൂബാണ്, 4/3 പൈ r ക്യൂബ്. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡെൽറ്റ v ബാർ ഡിവൈഡ് ബൈ v ബാർ ഇൻറ്റു 100 ഈക്വൽ ടു ഇതിൻ്റെ പെർസെൻറ്റേജ് എറർ. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഇത് കോൺസ്റ്റൻ്റ് അല്ലേ, ഇതെന്താണ്, കോൺസ്റ്റൻ്റ് ആണ്, ഇത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം മാറ്റി വെക്കുക. ബാക്കി ആരാളുള്ളത്, r ക്യൂബ് മാത്രമേ ഉള്ളൂ. r ക്യൂബ് നമ്മൾ എഴുതും 3 ഇൻറ്റു ഡെൽറ്റ r ബൈ r ബാർ ഇൻറ്റു 100 ഈക്വൽ ടു 3 ഇൻറ്റു ഡെൽറ്റ r ബാർ തന്നിട്ടുണ്ട് അല്ലേ, ഇത്രയാണ് 0.5 ഡിവൈഡഡ് ബൈ r ബാർ തന്നിട്ടുണ്ടല്ലോ, ട്രൂ വാല്യൂ എത്രയാണ് 20 ഇൻറ്റു 100 ഈക്വൽ ടു 0 ക്യാൻസൽ ചെയ്യാം. ബാക്കി ഉണ്ടാവുക 3 ഇൻറ്റു 0.5 ഇൻറ്റു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ 2. ചെയ്യുന്ന സമയത്ത് 3 ഇൻറ്റു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ബൈ 2 7.5%. ക്ലിയർ ആണല്ലോ. അപ്പോൾ 2 ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു മോഡലിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇക്വേഷൻ നോക്കുക. റോസ് ഈക്വൽ ടു പൈ r² ഇൻറ്റു r ബൈ എൽ. എങ്ങനെയാണ്, റോസ് ഈക്വൽ ടു പൈ സ്മോൾ ലെറ്റർ r സ്ക്വയർ ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ r ഡിവൈഡഡ് ബൈ എൽ. ഓക്കെ, സ്മോൾ ലെറ്റർ r കോമ ക്യാപിറ്റൽ ലെറ്റർ r ആൻഡ് എൽ ആർ ഗിവൺ എത്രയാണ്, 1 ± 0.01 r. ക്യാപിറ്റൽ ലെറ്റർ r എത്രയാണ് 20 ± 1. എൽ എത്രയാണ് 100 ± 2. അതിൻ്റെയൊക്കെ വാല്യൂസ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞുള്ളത് കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് എറർ ഓഫ് റോയുടെ പെർസെൻറ്റേജ് എറർ എത്രയായിരിക്കും. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ സ്റ്റെപ്പുകൾ തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് അവിടെ ഓരോന്നും പെർസെൻറ്റേജ് എറർ ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പെർസെൻറ്റേജ് എറർ തന്നിട്ടുണ്ടോ, ഇല്ല, അതിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാം. എങ്ങനെ, നേരത്തെ ചെയ്ത സ്റ്റെപ്പുകൾ അതേപോലെ തന്നെ ഡെൽറ്റ റോ ബാർ ഡിവൈഡഡ് ബൈ റോ ബാർ ഇൻറ്റു 100. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതാണ് റോയുടെ പെർസെൻറ്റേജ് എറർ ഈക്വൽ ടു, ഇവിടെ പൈ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, മാറ്റി വെക്കാം. ബാക്കി അതിലുണ്ടാവും r² ഇൻറ്റു r ഡിവൈഡ് ബൈ എൽ എന്നല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം 2 ഇൻറ്റു ഡെൽറ്റ r ബാർ ബൈ r ബാർ ഇൻറ്റു 100 പ്ലസ് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ r ഉണ്ട് അല്ലേ, ഡെൽറ്റ r ബൈ r ബാർ ഇൻറ്റു 100 പ്ലസ് പിന്നെ എൽ ഉണ്ട്, ഡെൽറ്റ എൽ ബാർ ഡിവൈഡ് ബൈ എൽ ബാർ ഇൻറ്റു 100. അപ്പോൾ 2 ഇൻറ്റു ഡെൽറ്റ r ബാർ എന്ന് പറഞ്ഞാൽ ആറിൻ്റെ മീൻ അബ്സല്യൂട്ട് എറർ എത്രയാണ് 0.01 ഡിവൈഡഡ് ബൈ r ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ട്രൂ വാല്യൂ 1 ഇൻറ്റു 100 പ്ലസ് ക്യാപിറ്റൽ ലെറ്റർ ഡെൽറ്റ r ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീൻ അബ്സല്യൂട്ട് എറർ എത്രയാണ് 1 അല്ലേ, അതിൻ്റെ ട്രൂ വാല്യൂ എത്രയാണ് 20 ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ എൽ ബാർ എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ മീൻ അബ്സല്യൂട്ട് എറർ എത്രയാണ് 2 ഡിവൈഡഡ് ബൈ അതിൻ്റെ ട്രൂ വാല്യൂ എത്രയാണ് 100 ഇൻറ്റു 100. ഓക്കെ, ചെയ്യുന്ന സമയത്ത്
2 ഇൻറ്റു 0.01 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 2 ഡെസിമൽ പ്ലേസ് അങ്ങോട്ട് പോകും അല്ലെ. ഇപ്പോൾ 1 എന്നാവും അല്ലെ, ഇവിടെ 1 എന്ന് കിട്ടും. 1/1 എന്ന് പറഞ്ഞാൽ അത്ര തന്നെയാണ് 1 തന്നെയാണ്. പ്ലസ് ഒരു സ്റ്റെപ്പിൽ ചെയ്താണ് കേട്ടോ, ക്ലിയർ ആണല്ലോ. 1 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 100/20 എന്ന് പറഞ്ഞാൽ എത്രയാണ് 5 ആണ് അല്ലേ. പ്ലസ് 100ഉം 100ഉം ഇവിടെ ക്യാൻസൽ ആയി പോകും, ബാക്കി ആരുണ്ടാവും 2 മാത്രമേ ഉള്ളൂ. ചെയ്യുന്ന സമയത്ത് 2 + 5 + 2 എത്ര ഉണ്ടാവും 9%. ഓക്കെ, അപ്പോൾ കിട്ടിയല്ലോ. ഇത് എത്രയാണ് 9%. അതായത് റോയുടെ പെർസെൻറ്റേജ് എത്രയാണ് 9% ആണ്. ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു മോഡൽ പ്രോബ്ലത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഡിസ്റ്റൻസ് കവേർഡ് ആൻഡ് ദ ടൈം ടേക്കൺ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഗിവൺ. എസ് ഡിസ്റ്റൻസ് കവേർഡ് എത്രയാണ് 40 ± -0.4. ടൈം ടേക്കൺ എത്രയാണ് 5 ± -0.6. ഇത് സെക്കൻഡിലാണ് കേട്ടോ, ഇത് സെക്കൻഡിലാണ്. ഇതെന്താണ് മീറ്ററിലാണ്. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? വെലോസിറ്റി ഇക്വേഷൻ നമുക്കറിയാം, v = s/t എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. ഓക്കെ, ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇത് ഡിവിഷൻ ആണല്ലോ. ട്രൂ വാല്യൂ സൈഡിൽ എന്ത് ചെയ്യുക, അതിനെ എന്താണോ ഓപ്പറേഷൻ വന്നിട്ടുള്ളത് ആ ഓപ്പറേഷൻ ചെയ്യാം. ഇവിടെ എന്താണ് ഡിവിഷൻ ആണല്ലോ, അപ്പോൾ ആ ഓപ്പറേഷൻ ചെയ്യാം. s/t അല്ലേ. ട്രൂ വാല്യൂ സൈഡിൽ ഇവിടെ 40 ട്രൂ വാല്യൂ, ഇവിടെ എത്രയാണ് 5 ഉണ്ട്. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 5 ഇതാണ് ട്രൂ വാല്യൂ സൈഡിൽ വരിക. എന്താണോ ഓപ്പറേഷന് ആ ഓപ്പറേഷൻ ചെയ്തു, +or-. ഇനി എറർ സൈഡിലേക്ക് വരുമ്പോൾ പെർസെൻറ്റേജ് എററാണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ തന്നിട്ടുള്ളത് പെർസെൻറ്റേജ് എററിലാണോ? അല്ല, ഇത് മീൻ അബ്സല്യൂട്ട് എററിന്റെ ഫോമിലാണ് തന്നിട്ടുള്ളത്. എന്തുകൊണ്ട്? ഇവിടെ പെർസെൻറ്റേജിന്റെ സൈൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തല്ല, പെർസെൻറ്റേജ് എറർ അല്ല. നമുക്ക് ഇതിന്റെ പെർസെൻറ്റേജ് എററിലേക്ക് മാറ്റണം. അപ്പോൾ പെർസെൻറ്റേജ് എറർ ഓഫ് എസിന്റെ പെർസെൻറ്റേജ് എറർ നോക്കാം. ഇതിന്റെ പെർസെൻറ്റേജ് എറർ എങ്ങനെ ചെയ്യും? ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ അല്ലേ. ഇത് ഇതിന്റെ മീൻ അബ്സല്യൂട്ട് എറർ അല്ലേ. അപ്പോൾ ഡെൽറ്റ എസ് ആണത്. അപ്പോൾ ഇങ്ങനെ എഴുതാം, ഡെൽറ്റ എസ് ബാർ ബൈ എസ് ബാർ ഇൻറ്റു 100. ഓക്കെ, ചെയ്യുന്ന സമയത്ത് ഡെൽറ്റ എസ് ബാർ എത്രയാണ് 0.4 ആണ്. 0.4 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 100. ഓക്കെ, ക്ലിയർ അല്ലേ. 0 0 എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. 10 ഇൻറ്റു 0.4 എന്ന് പറഞ്ഞാൽ 4/4 എന്നാണ് കിട്ടുക അല്ലേ. 0.4ന്റെ ഡെസിമൽ പ്ലേസ് റൈറ്റ് സൈഡിലേക്ക് പോകും. അപ്പോൾ അവിടെ 4 ആവും. ഇവിടെ എന്തുണ്ട്, ഒരു 4 ബാക്കിയുണ്ട്, =1 എന്ന് കിട്ടും. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പെർസെൻറ്റേജ് എറർ ഓഫ് ടി കാണാം. ടിയുടെ പെർസെൻറ്റേജ് എറർ, ഇവിടെ എസിൻ്റെ പെർസെൻറ്റേജ് എറർ കണ്ടു, ടിയുടെ പെർസെൻറ്റേജ് എറർ ഡെൽറ്റ ടി ബാർ ഡിവൈഡഡ് ബൈ ടി ബാർ ഇൻറ്റു 100. ക്ലിയർ അല്ലേ. ഡെൽറ്റ ടി ബാർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 0.6 ആണ്. 0.6 ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ എത്രയാണ് 5 അല്ലേ. 5 ഇൻറ്റു 100. ഓക്കെ, 0.6 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 2 ഡെസിമൽ പ്ലേസ് അപ്പുറത്തേക്ക് പോകും. അപ്പോൾ എത്ര ഉണ്ടാവും 60 ആവും അല്ലേ. ഇവിടെ എത്തുമ്പോൾ ഒരു ഡെസിമൽ പ്ലേസ് ആയി, ഒരു ഡെസിമൽ പ്ലേസും കൂടെ അപ്പുറത്തേക്ക് പോകും. അപ്പോൾ 60 ആവും. ഡിവൈഡ് ബൈ 5 എത്ര ഉണ്ടാവും 12 എന്ന് കിട്ടും അല്ലേ. 12%. അപ്പോൾ 1% ഇവിടെ എത്രയാണ്, ഇത് 12%. വെലോസിറ്റി എടുക്കുന്ന സമയത്ത് s/t ചെയ്യുമ്പോൾ ഡിവിഷനാണ്. പെർസെൻറ്റേജ് എറർ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. പെർസെൻറ്റേജ് എറർ എത്രയാണ് 1% പ്ലസ് 12%. അപ്പോൾ എത്ര ഉണ്ടാവും 13%. ചെയ്യുന്ന സമയം ഇങ്ങനെ കിട്ടും. 40/5 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും 8 ±13%. ഇതാണ് ആൻസർ കിട്ടുക. 8 ±13%. ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു മോഡൽ പ്രോബ്ലം കൂടെ ചെയ്യാം. There are two resistors are given, R1 and R2. എത്രയാണ് 60 ± 2, then 40 ± 1 ohm. ഓക്കെ, 2 റെസിസ്റ്ററുകൾ നമ്മൾ തന്നിട്ടുണ്ട്. ഇനി പറഞ്ഞുള്ളത് AB 2 സബ് ക്വസ്റ്റ്യൻസ് ആണ്. റിസൾട്ടന്റ് റെസിസ്റ്റൻസ് ഇൻ സീരീസ്. ഈ റെസിസ്റ്റേഴ്സ് സീരീസിൽ കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ടന്റ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ ബി പറഞ്ഞുള്ളത് റിസൾട്ടന്റ് റെസിസ്റ്റർ ഇൻ പാരലൽ. ഇതിന്റെ റിസൾട്ടന്റ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും പാരലൽ കൊടുത്തു കഴിഞ്ഞാൽ? ഓക്കെ, നമുക്ക് സീരീസ് കൊടുക്കുമ്പോഴും പാരലൽ കൊടുക്കുമ്പോൾ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ആൻസർ ചെയ്യുന്ന സമയത്ത് എ റിസൾട്ടന്റ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് സിമ്പിൾ ആണ്. റിസൾട്ടന്റ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. R = R1 + R2 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, R1 is given and R2 is given. Okay, R1 എത്രയാണ് 60 ± 2, 40 ± 1. രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡീഷൻ ആകുമ്പോൾ ട്രൂ വാല്യൂ സൈഡിൽ എന്ത് ചെയ്യുക, ഗിവൺ ഓപ്പറേഷൻ ചെയ്യുക. എന്തായാലും ട്രൂ വാല്യൂ സൈഡ് അപ്പോൾ 60 + 40 എന്ന് പറഞ്ഞാൽ 100 ഉണ്ടാവും, +or-. ഇനി അതിൻ്റെ എറർ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അഡീഷനും സബ്സ്ട്രാക്ഷനും ആണെങ്കിൽ ആഡ് മീൻ അബ്സല്യൂട്ട് എറർ. ഇവിടെ തന്നിട്ടുള്ള എന്തിൽ തന്നെയാണ് മീൻ അബ്സല്യൂട്ട് എറർ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുണ്ടാവും 3. അപ്പോൾ ഇത്രയും ഓം ആണ് കിട്ടും, 100 ± 3 ഓം. ഓക്കെ, ഇനി പാരലൽ ചെയ്യുമ്പോൾ
നമുക്കറിയാം ഇക്വേഷൻ നമുക്കറിയാം R is equal to R1 R2 divided by R1 plus R2 ആണ് ഇക്വേഷൻ. ഓക്കെ, ഇതിൽ R1 plus R2 നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അല്ലേ, കിട്ടിയിട്ടുണ്ട്. ഇതല്ല R1 plus R2 അല്ലേ. ഇനി R1 R2 കണ്ടുപിടിക്കണം. R1 R2 നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചെയ്യാം. R1 R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രൊഡക്റ്റ് അല്ലേ. പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് പെർസെൻറ്റേജ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ട്രൂ വാല്യൂസ് ആദ്യം ചെയ്യാം. 60 × 40 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും, 2400 ഉണ്ടാവും, പ്ലസ് ഓർ മൈനസ്. ഇനി ഇതിൻ്റെ പെർസെൻറ്റേജറും ഇതിൻ്റെ പെർസെൻറ്റേജറും ആഡ് ചെയ്യണം. ഇതിൻ്റെ പെർസെൻറ്റേജർ കിട്ടണമെങ്കിൽ സിമ്പിളാണ്, നീ ഇതാ മതി 2/60 അല്ലേ. ഇതിൻ്റെ മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡ് ബൈ ട്രൂ വാല്യൂ ഇൻറ്റു 100. 0 0 ക്യാൻസൽ ചെയ്യും, ബാക്കി ഉണ്ടാവാം 20/6 എന്നാണ് ഇവിടെ. 20/6 ഈക്വൽ ടു എത്ര കിട്ടും, 20/6 എന്ന് പറഞ്ഞാൽ 3.33 ഇങ്ങനെ പോവുക ചെയ്യാം, 3.3%. ഇനി ഇവിടെ ചെയ്യുന്ന സമയത്തോ, ഇവിടെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവും. അതായത് ഇതിൻ്റെ പെർസെൻറ്റേജ് എറർ 1 / 40 × 100 അല്ലേ. 0 0 ക്യാൻസൽ ചെയ്യാം, 10/4 എന്നാണ് കിട്ടുക. 10/4 എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും, 2.5 അല്ലേ, 2.5% ഇതാണ് കിട്ടുക. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് എറർ കിട്ടിയല്ലോ. അപ്പം ആഡ് ചെയ്യുന്ന സമയത്ത് 2.5 + 3.3 എത്ര ഉണ്ടാവും, 5.8%. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ R1 R2 കിട്ടി, R1 + R2 കിട്ടി. ഇനി എന്ത് ചെയ്യാം, റിസൾട്ടൻ്റ് റെസിസ്റ്റൻസ് കാണാം. അതായത് ഈ വാല്യൂവിനെ ഈ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. ഇത് R1 R2 അല്ലേ, ഇത് R1 + R2 അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് 2400 പ്ലസ് ഓർ മൈനസ് 5.8 ഡിവൈഡഡ് ബൈ എത്ര ഉണ്ടാവും, 100 പ്ലസ് ഓർ മൈനസ് 3. ഇതിൻ്റെ ട്രൂ വാല്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് എന്താണോ ഓപ്പറേഷൻ പറഞ്ഞത്, ഡിവിഷൻ അല്ലേ, ആ ഡിവിഷൻ ചെയ്ത് കൊടുക്കുക. 2400 ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. 100 പോയി ബാക്കി എന്തുണ്ടാവും, 24 ഉണ്ടാവുക, പ്ലസ് ഓർ മൈനസ്. അപ്പോൾ ട്രൂ വാല്യൂസോട് കഴിഞ്ഞു അല്ലേ, സിമ്പിൾ. ഇനി ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഈ 5.8 എന്ന് പറഞ്ഞത് എന്താണ്, പെർസെൻറ്റേജിലാണ്. പക്ഷെ 3 എന്ന് പറയുന്നത് എന്തിനല്ല, പെർസെൻറ്റേജിലല്ല. അതെന്താണ്, മീൻ അബ്സല്യൂട്ട് എററിലാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിനെ പെർസെൻറ്റേജ് എററിലേക്ക് മാറ്റണം. നമുക്ക് ഇതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ 3 ഡിവൈഡഡ് ബൈ 100 അല്ലേ, 100 × 100. ക്ലിയർ അല്ലേ. ഓക്കെ, ഇത് മീൻ അബ്സല്യൂട്ട് എറർ ആണ്, ഡിവൈഡ് ബൈ ട്രൂ വാല്യൂ ഇൻറ്റു 100. അപ്പോൾ 100 ക്യാൻസൽ ആയി പോയി ബാക്കിയിട്ടുണ്ടാവും 3%. അപ്പോൾ ഇതും പെർസെൻറ്റേജിലായി, ഇതും പെർസെൻറ്റേജിലായി. അപ്പോൾ 100 പ്ലസ് ഓർ മൈനസ് 3 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, അത് മീൻ അബ്സല്യൂട്ട് എററിലാണ്. ബട്ട് അത് പെർസെൻറ്റേജിൽ പറയുമ്പോൾ പെർസെൻറ്റേജിലും 3 തന്നെയാണ് കിട്ടുക. ഓക്കെ, കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം എന്ന സ്റ്റെപ്പ് ചെയ്യാൻ കാരണം രണ്ടും 3 തന്നെയാണ്, ബട്ട് അതിലേക്ക് ചേഞ്ച് ചെയ്യണം. ഇവിടെ പോയി വാല്യൂ 3 വന്നതുകൊണ്ടാണ് രണ്ടും 3 വന്നത്. ഓക്കെ, ഇനി അപ്പോൾ 24 പ്ലസ് ഓർ മൈനസ് ഇനി എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അതായത് ഇതിൻ്റെ പെർസെൻറ്റേജും ഇതിൻ്റെ പെർസെൻറ്റേജും അറിയാം. അപ്പോൾ 5.8 + 3 ഉണ്ടാവും, എത്ര ഉണ്ടാവും, 8.8%. ഇതാണ് റിസൾട്ടൻ്റ് കിട്ടുക. 24 പ്ലസ് ഓർ മൈനസ് 8.8% കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാണ് പാരലൽ കോമ്പിനേഷൻ്റെ റിസൾട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് 7 മോഡൽ പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതായത് എറർ എന്നുള്ള ഈ സെഷനിൽ ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മളെ ഈ സെക്കൻഡ് ചാപ്റ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. നമ്മൾ 8 പാർട്ടുകളിലൂടെയാണ് സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തത്. ഇതിലെ മറ്റു 7 പാർട്ടുകൾ ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ കാണാൻ ബാക്കിയുള്ളവർ ഒന്ന് പോയിട്ട് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.